السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: شهر رمضان شهر كتب الله عليكم صيامه وسننت لكم قيامه فمن صامه وقامه إيمانا واحتسابا خرج من ذنوبه كيوم ولدته أمه. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാനു ഷരീഫിൽ നമ്മൾ പറയുന്ന എല്ലാ ഇൽമുകളും നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിലായി സ്വീകരിക്കട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖിയായ അടിമയിലായിട്ട് അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെ കൂട്ടുകുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഭാര്യമാര്, സന്താനങ്ങൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും കവാടം തുറന്നു കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ഒരിക്കലും ഞാൻ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, വിത്ർ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. എന്നിട്ടും എൻ്റെ റബ്ബ് എനിക്ക് വേണ്ട രൂപത്തിൽ ഒന്നും തരുന്നില്ല എന്നുള്ള ഒരു ഖേദം ഒരിക്കലും നമ്മൾക്ക് ഉണ്ടാവരുത്. എന്താണ് എൻ്റെ റബ്ബ് ഇങ്ങനെ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. 3 രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി നൽകുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു കൂലി നൽകുന്നത് 3 രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് തന്നെ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകും. എന്നാൽ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അവന്റെ ഈ ചോദ്യം കൊണ്ട് അവന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. എന്നാൽ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ അവൻ സ്വർഗത്തിൽ കടക്കാൻ ഈ ചോദിക്കുന്നത് ഒരു കാരണമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും നമ്മൾ അള്ളാഹു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും തന്നെ ദുആകളെ നിർത്തിവെക്കേണ്ടതില്ല. കാരണം നാളെ പടച്ച റബ്ബ് സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കാരണമാകുന്നതെങ്കിൽ നമ്മൾ അന്ന് ചിന്തിക്കും, എനിക്ക് ദുനിയാവെന്ന് ഒന്നും തന്നെ കിട്ടേണ്ടില്ലായിരുന്നു, എല്ലാം അള്ളാഹു ഇങ്ങോട്ട് മാറ്റി വെച്ചുവിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരാരും തന്നെ ദുഃഖിക്കേണ്ടതില്ല. അള്ളാഹു നിശ്ചയമായും നമ്മുടെ ദുആകൾക്ക് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പരിശുദ്ധമായ കിതാബിന്റെ ഗ്രന്ഥങ്ങളിലൂടെ, ഹദീസുകളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. റമളാനു ഷരീഫ് വന്നു കഴിഞ്ഞാൽ ആ റമളാനു ഷരീഫിന്റെ ആദ്യത്തെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്വാനെ ബന്ദ് ചെയ്യും. ജിന്നുകളിൽ പല വിഭാഗങ്ങളുണ്ട്. മനുഷ്യരിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അതേ ആ വിഭാഗങ്ങളൊക്കെ ജിന്നുകളിലുമുണ്ട്. അതിൽപ്പെട്ട വേണ്ടാത്ത ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ ചീത്ത ജിന്നുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ദ് ചെയ്യും. കഴിഞ്ഞില്ല, വഉല്ലികത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു കൊട്ടി അടക്കപ്പെടുന്നതാണ്. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നെ അതിൽ നിന്നൊരു ബാബും തന്നെ തുറക്കപ്പെടുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറക്കപ്പെടുന്നതാണ്. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിലൊരു ബാബും തന്നെ എന്ത് ചെയ്യൂല, വാതിലും തന്നെ അടക്കപ്പെടുകയുമില്ല. കഴിഞ്ഞില്ല, എന്നിട്ട് യുനാദി മുനാദിൻ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും അത്രേ, യാ ബാഇൽ ഖൈർ യാ ബാഇൽ ഖൈർ അഖ്ബിൽ വയാ ബാഇ ശർരി അക്സിർ എന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? യാ ബാഇൽ ഖൈർ, അല്ലയോ ഖൈറുകൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന മനുഷ്യ, അഖ്ബിൽ, നീ മുന്നോട്ട് വരിക, നീ മുന്നോട്ട് വരിക. എന്നിട്ട് പിന്നെ എന്താ വിളിച്ചു പറയുന്നത്? വയാ ബാഇൽ ഷർർ, ഷർറ് ചെയ്യുന്ന മനുഷ്യ, അക്സിർ, നീ നിർത്തണം.
അക്സിർ, അത് നീ നിർത്തി നന്മയിലേക്ക് നീ തിരിച്ചു വരണമെന്ന് വിളിച്ചു പറയുന്ന ആൾ എല്ലാ റമദാനിന്റെ എല്ലാ രാത്രിയിലും വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല, വല്ലാഹു ഉത്തഖാഉ മിനന്നാർ, അള്ളാഹു എല്ലാ രാത്രിയിലും വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ നരകമോചിതരാക്കുന്നുണ്ട്. ആ നരകമോചിതരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിന്റെ അവകാശികളിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ റമദാൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഈ റമദാൻ ഷരീഫിൽ ഒരുപാട് ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളെയും ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അള്ളാഹ്. അതല്ല ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അതിൽ കാലാകാലം നീ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ അള്ളാഹുവേ. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ സ്വാമഹു, വല്ലൊരുത്തനും റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ, വഖാമഹു, റമദാൻ മാസത്തിൽ അവൻ നിസ്കരിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഈമാനൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈമാനോടുകൂടെ ചെയ്താൽ മാത്രം പോരാ, വഹ്തിസാബൻ, രണ്ട് നിബന്ധന അള്ളാഹുവിന്റെ റസൂൽ വെച്ചത്. ഒന്ന് ഈമാൻ ഉണ്ടാവണം, മറ്റൊന്ന് വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചവനായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ നോമ്പ് നോറ്റാൽ, അല്ലെങ്കിൽ തറാവീഹ് നിസ്കരിച്ചാൽ, ഖറജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ പുറപ്പെടുവിക്കുന്നതാണ്. അവന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു അവനെ പുറപ്പെടുവിക്കുന്നതാണ്. ഏതുപോലെ, ഖയൗമ വലത്തുഹു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയുടെ ശരീരത്തിൽ അവന്റെ മനസ്സിലില്ല ഒരു ദോഷം പോലും ഇല്ലാത്തതുപോലെ ഈ മനുഷ്യനെ അള്ളാഹു ആക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. മൻ സ്വാമ റമദാന, വല്ലൊരുത്തനും റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ, ഈമാനൻ, വിശ്വസിച്ചവനായിക്കൊണ്ടും, വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചവനായിക്കൊണ്ടും നോമ്പ് നോറ്റാൽ, ഉഫിറ ലഹു, അല്ലാഹു അവനക്ക് പുറത്തു കൊടുക്കും, മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കഴിഞ്ഞില്ല, വമാ തഅഖറ, അവൻ വരാനിരിക്കുന്ന ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ റമദാൻ ഷരീഫില് അള്ളാഹുവിനോട് നമ്മൾ ഇബാദത്തിലായിക്കൊണ്ട് നിരന്തരം ഇബാദത്ത് ചെയ്തുകൊണ്ട്, എങ്ങനെ ഇബാദത്ത് ചെയ്യണം? ഈമാനോടുകൂടെ, ശക്തിയായ ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, അള്ളാഹു എൻ്റെ റബ്ബ്, കാരുണ്യവാനായ എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് എൻ്റെ ഈ സംസ്കാരങ്ങളും എൻ്റെ നോമ്പുകളും എൻ്റെ ദുആകളും സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ റമദാൻ ഷരീഫിൽ നല്ല രീതിയിൽ ഈ വേണ്ട രൂപത്തിൽ ധന്യമാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇബാദത്തുകൾ, വിത്റായിക്കൊണ്ടും ജുമാഅത്തായിക്കൊണ്ടും നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളായിക്കൊണ്ടും, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരുപാട് ഖത്മുകൾ തീർത്തുകൊണ്ടും, പള്ളിയിലൊക്കെ പോയിക്കൊണ്ട് ഇരുന്നു കൊണ്ടൊക്കെ നമ്മുടെ ഈ റമദാൻ ഷരീഫിനെ നല്ല രൂപത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമെല്ലാം അവൻ ഇഷ്ടപ്പെട്ട ഒരു അമാലായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. അല്ലാഹു എപ്പോഴും നമ്മൾ എല്ലാ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആദരവുകൾ നൽകിയ ഒരുപാട് മാസങ്ങളുണ്ട്, ഒരുപാട് ദിവസങ്ങളുണ്ട്. അള്ളാഹു ആദരിച്ച ദിവസങ്ങളെയും മാസങ്ങളെയും വ്യക്തികളെയും എല്ലാം നമ്മൾ ബഹുമാനിക്കണം. അതിൽപ്പെട്ട ഈ റമദാൻ ഷരീഫ് അള്ളാഹു ആദരിച്ച മാസമാണല്ലോ. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച ഈ മാസത്തിൽ ഭംഗം വരുത്തുന്ന, അള്ളാഹു നൽകിയ ആ മാസത്തിന്റെ ആദരവിന് ഭംഗം വരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് നമുക്ക് വലിയ ദോഷങ്ങൾ ചെയ്യും. നമുക്കറിയാലോ, ശൈത്വാൻ ഇബ്ലീസ് എന്ന് പറയുന്നത് ഭൂമിയിൽ എല്ലായിടത്തും ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഇബ്ലീസ് പഴക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും പവിത്രതയിൽ ഉണ്ടായിരുന്ന, അത്രയും പദവികൾ അലങ്കരിച്ചിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാറിയത്, അല്ലെങ്കിൽ ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച ആളുകളെ ആദരിക്കുകയും
അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളെയും ആദരിച്ച വ്യക്തികളെയും ആദരിച്ച മാസങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ ആദരിക്കുകയും അതിനോട് പ്രത്യേകമായ ബഹുമാനവും ഈ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്നാണ് നിങ്ങളോട് ഒരു ഉപദേശം എന്ന നിലക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇതിന്റെയൊക്കെ പ്രതിഫലം കൊണ്ട് നമ്മുടെ എല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നാളെ അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരങ്ങൾ, നോമ്പുകൾ എന്ന് വേണ്ട എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.